PR സുനിൽ ഡൽഹിയിൽ നിന്ന് നമ്മോടൊപ്പം. സുനിൽ, എന്താണ് തോന്നുന്നത്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ അടൂർ പ്രകാശ് തുടക്കം മുതൽ തന്നെ ഒരു കളവിന്റെ ഒരു കൊട്ടാരം തന്നെയാണ് കെട്ടാൻ ശ്രമിച്ചത്. പിന്നെ നമ്മൾ കാണുന്നത് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ഓരോന്നോരോന്ന് പൊളിഞ്ഞു വീഴുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും, ബല്ലാരിയിലെ സ്വർണ്ണക്കച്ചവടക്കാരൻ ഗോവർദ്ധനും അതുപോലെ അടൂർ പ്രകാശും ആന്റണിയും ഒക്കെ നിൽക്കുന്ന ചിത്രം പുറത്തു വന്നത്. അപ്പോൾ അത് ഇങ്ങനെ വഴിയെ പോയപ്പോൾ അവരുടെ കൂടെ അങ്ങ് കയറി സോണിയാഗാന്ധിന്റെ വീട്ടിൽ പോയതാണ്. എനിക്കതിലൊരു ബന്ധമില്ല എന്നാണ് അടൂർ പ്രകാശ് അക്കാര്യത്തിൽ വിശദീകരിച്ചത്. പ്രയാർ ഗോപാലകൃഷ്ണനൊപ്പം വന്നപ്പോൾ അങ്ങനെ സോണിയാഗാന്ധിന്റെ വീട്ടിലേക്ക് കയറിപ്പോയതാണ്. അങ്ങനെയൊക്കെ ഉള്ള കഥകൾ ഓരോന്നോരോന്ന് പറഞ്ഞു. എല്ലാം പൊളിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഗോവർദ്ധന്റെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിന്റെ വീട്ടിൽ നടന്നിട്ടുള്ള ചടങ്ങുകളിലൊക്കെ അടൂർ പ്രകാശ് സജീവമായി പങ്കെടുക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഇന്ന് ആർക്കുമില്ല. അപ്പൊ ആ ബന്ധം ഏതറ്റം വരെ എന്നുള്ളതാണല്ലോ ചോദ്യം. ഏതറ്റം വരെ പോയ ബന്ധമാണ്? വെറുതെ ഒരു സൗഹൃദം മാത്രമാണോ? ശബരിമലയിൽ ഒരു സൗഹൃദം സ്ഥാപിക്കാനുള്ള ബന്ധം മാത്രമാണോ? അങ്ങനെയൊക്കെയാണല്ലോ. അതാണ് ഇപ്പോൾ പ്രധാനമായും SIT അന്വേഷിക്കുന്നത്. പക്ഷെ അതിനപ്പുറമുള്ള ബന്ധമുണ്ട് എന്നതാണ് SIT കരുതുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഒരു അന്തിമഘട്ടത്തിലാണ്. അപ്പോൾ കുറ്റപത്രം നൽകുന്നതിന് മുൻപ് നടക്കുന്ന ഏറ്റവും അവസാന ഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ അടൂർ പ്രകാശിനെ വിളിച്ചിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അടൂർ പ്രകാശ് ഉണ്ടായിരുന്ന പല സ്ഥലങ്ങളിലും ദുരൂഹമായി ഉണ്ടായ വ്യക്തിയാണ്. ബാംഗ്ലൂരിൽ അടൂർ പ്രകാശ് പോകുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ VD സതീശൻ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോ മുഖ്യമന്ത്രിയോ ഈ ബാംഗ്ലൂരിൽ പോകുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടെന്ന് അറിയാനും കണ്ടെത്താനും ഒന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അടൂർ പ്രകാശിനെ പോലെ ഒരാൾ പോകുമ്പോൾ അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റി തെരഞ്ഞു പിടിച്ച് അവിടെ എത്തുന്ന സാഹചര്യമൊക്കെ തന്നെ ദുരൂഹമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ സംശയമുണ്ട്. അപ്പോൾ ആദ്യം അടൂർ പ്രകാശ് പറഞ്ഞ് ചന്തയിൽ കണ്ട ഒരു പരിചയം എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് പറഞ്ഞത്. പിന്നെ അത് ചന്തയിൽ കണ്ട പരിചയമല്ല, മണ്ഡലത്തിലെ ഒരു വോട്ടർ എന്നുള്ള നിലയിലുള്ള പരിചയമായി മാറുന്നു. അങ്ങനെ മാറി ഇപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും തമ്മിൽ ബായ് ആണെന്നുള്ളൊരു കാര്യം പുറത്തു വന്നല്ലോ. അപ്പൊ ഇവർ തമ്മിൽ ഇനി സാമ്പത്തിക ഇടപാടുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഇവരുടെ അക്കൗണ്ടുകളൊക്കെ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ട് എങ്കിൽ ഇത് അതീവ ഗൗരവമായ വിഷയമാണ്. ആ അർത്ഥത്തിൽ UDF വലിയ പ്രതിരോധത്തിലാണ്. സോണിയാഗാന്ധിയുമായുള്ള ചിത്രം പുറത്തു വന്നപ്പോൾ തന്നെ UDF വലിയ പ്രതിസന്ധിയിലായി. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം തുടക്കത്തിൽ നമുക്കറിയാലോ. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു മേൽക്കൈ കിട്ടിയപ്പോൾ നേരെ ഒരു പാരടിപ്പാട്ടൊക്കെ പാടി സ്വർണ്ണക്കൊള്ള ഇതാ നമുക്ക് വലിയ അനുഗ്രഹമാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണം അഴിച്ചുവിട്ട UDFനേറ്റ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു അടൂർ പ്രകാശും സോണിയാഗാന്ധിയും അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒക്കെ നിൽക്കുന്ന ചിത്രം പുറത്തു വന്നത്. ഏതായാലും അതിനുശേഷം ആ സംഭവത്തെക്കുറിച്ച് പോളണ്ടിനെ കുറിച്ച് മിണ്ടരുത് എന്ന് പറയുന്ന പോലെയാണ് ആ ചിത്രവുമായി ബന്ധപ്പെട്ട് എന്ത് പറഞ്ഞാലും കോൺഗ്രസ് അത് ചീത്തവിളിയാണ്. അപ്പൊ നിയമസഭയിൽ ഇപ്പൊ അടിയന്തര പ്രമേയം പോലും നൽകിയില്ലല്ലോ. അപ്പൊ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് പറഞ്ഞാലും ഈ VD സതീശനൊക്കെ പ്രകോപിതനായിട്ടാണ് സംസാരിക്കുന്നത്. ഞങ്ങളുടെ സോണിയാഗാന്ധിയെ അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലൊക്കെയാണ് പറയുന്നത്. പക്ഷെ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ സ്വർണം വാങ്ങി എന്ന് പറയുന്ന ബല്ലാരിയിലെ സ്വർണ്ണ കച്ചവടക്കാരൻ ഗോവർദ്ധനും സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറിയത് എന്നതിന് മാത്രം ആർക്കും ഉത്തരമില്ല. ആരാണ് അവിടെ അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തത്? ആരാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഇവരെ കയറ്റിയത്? ആർക്കും അറിയില്ല. അടൂർ പ്രകാശാണോ കയറ്റിയത്? വ്യക്തമായ ഉത്തരം പറയുന്നില്ല. അപ്പോൾ ഇപ്പൊ തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിലൊക്കെ അടൂർ പ്രകാശ് കാണിച്ചിട്ടുള്ള ഒരു ഒളിച്ചുകളിയുണ്ടല്ലോ, അത് ഓരോന്നോരോന്നായി പൊളിഞ്ഞു വീഴുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ SITക്ക് മുമ്പിലേക്ക് എത്തുന്നു. SITക്ക് മുമ്പിലേക്ക് ഇന്ന് അടൂർ പ്രകാശ് പറയുന്നത് എന്താണെന്നറിയാം? അവർ നോട്ടീസൊന്നും തന്നില്ല. അവരിങ്ങനെ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ അറിയണം, വരാൻ പറ്റുമെന്ന്. അപ്പോൾ അടൂർ പ്രകാശ് അതുകൊണ്ട് ഞാൻ പോകാൻ തീരുമാനിച്ചു എന്നാണ്. ഔദ്യോഗിക കാറിലല്ല ഇന്ന് അടൂർ പ്രകാശ് പോയത്, ഒരു സ്വകാര്യ കാറിലാണ് പോകുന്നത്. അപ്പോൾ വളരെ രഹസ്യമായിട്ടായിരുന്നു അടൂർ പ്രകാശ് പോയത്. പക്ഷേ ആ വിവരം മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടി. പക്ഷേ ഈ ചോദ്യം ചെയ്യലിന് ശേഷം തിരിച്ചു വന്നപ്പോൾ എന്തായിരുന്നു ചോദ്യം ചെയ്യൽ എന്ന് ചോദിച്ചപ്പോൾ അടൂർ പ്രകാശ് ക്ഷുഭിതനാവുകയാണ്. മാധ്യമപ്രവർത്തകരെ ചീത്ത വിളിക്കുകയാണ്, മാധ്യമ സ്ഥാപനത്തിനെതിരെ ചീത്ത വിളിക്കുകയാണ്. എന്തിനാണ് പോയത്? അപ്പൊ അത്രയ്ക്ക് അസ്വസ്ഥനാണ് അദ്ദേഹം. അത് നമ്മൾ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ അറിയാം. അദ്ദേഹം അസ്വസ്ഥനാണ്, അടൂർ പ്രകാശ് അസ്വസ്ഥനാണ്. അപ്പം സ്വാഭാവികമായും ഈ വിഷയത്തിൽ UDFും പ്രതിരോധത്തിലാകുകയാണ്. ഇപ്പോൾ സ്മൃതി പറഞ്ഞ പോലെ തന്നെ UDFന്റെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള യാത്രയൊക്കെ തുടങ്ങുമ്പോഴാണ് കോൺഗ്രസിന്റെ UDF കൺവീനർ തന്നെ SITക്ക് മുമ്പിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും തമ്മിൽ നല്ല അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ ആ ബന്ധം എങ്ങനെയൊക്കെ ഉപയോഗിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. ആ വിഷയത്തിൽ അടൂർ
പ്രകാശ് ഏതെങ്കിലും തരത്തിൽ ഈ വിഷയങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് വന്നുവെങ്കിൽ അത് തീർച്ചയായും വലിയ പ്രഹരം തന്നെയായിരിക്കും കോൺഗ്രസിന് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പൊന്മുട്ടിയിടുന്ന താറാവായിട്ടാണ് ശബരിമലയെ കോൺഗ്രസ് കാണുന്നത്. ഈ ശബരിമലയിലൂടെ കേരളത്തിൽ അധികാരത്തിൽ വരാൻ പറ്റുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനേൽക്കുന്ന വലിയ പ്രഹരമായിരിക്കും ഇത്. അപ്പം കോൺഗ്രസ്സുകാരൊക്കെ വലിയ ആശങ്കയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പോലും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നൽകാതെ അദ്ദേഹം പോവുകയാണ്. നോക്ക്, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ UDFന്റെ കൺവീനറെ ഇന്ന് SIT വിളിക്കുന്നു. ഇന്ന് KC വേണുഗോപാലൊക്കെ പറഞ്ഞത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ്. SIT ഇപ്പോ ഈ ഒരു ദിവസം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാനായി വിളിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞ നിർദ്ദേശപ്രകാരമായിരിക്കും എന്നൊക്കെയാണ് ഇപ്പൊ രാഷ്ട്രീയ ആരോപണം ഉയർത്തുന്നത്. പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം SIT-യിൽ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ബന്ധമില്ല. അത് ഹൈക്കോടതി നിയോഗിച്ച ഒരു അന്വേഷണ സംവിധാനമാണ്. ഹൈക്കോടതി അത് നേരിട്ട് നിശ്ചയിച്ച ഉദ്യോഗസ്ഥരാണ് അതിനകത്തുള്ളത്. SIT ആണ് തീരുമാനിക്കുന്നത് ആരെ എപ്പോ വിളിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ. അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും നമ്മൾ സംശയം വെച്ചു പുലർത്തേണ്ട കാര്യമില്ല. ഏതായാലും ഈ വിഷയത്തിൽ രാഷ്ട്രീയ ആരോപണം കോൺഗ്രസ് നടത്തുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അടൂർ പ്രകാശിനെ പൂർണ്ണമായി പിന്തുണയ്ക്കാൻ പല കോൺഗ്രസ് നേതാക്കളും തയ്യാറല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും അതുണ്ടാക്കുന്ന പ്രഹരം കോൺഗ്രസിന് ചെറുതാകില്ല, അത് വളരെ വലുതാകും. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും കരുതുന്നത് അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം ചെറിയ ബന്ധമല്ല, അത് വലിയ ബന്ധമാണ്. ആ ബന്ധത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം SIT-യുടെ പക്കലുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇന്ന് അടൂർ പ്രകാശിനെ ഇങ്ങനെ വിളിപ്പിച്ച് ചോദ്യം ചെയ്യുന്ന ഒരു നീക്കത്തിലേക്ക് SIT പോയത്. Meet the editors.